കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഈ 1.5 പവൻ എന്ന് പറയുമ്പോഴേ ഒരു 10,60,000 രൂപ ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടാവില്ലേ? അയ്യോ ഒന്ന് ആലോചിച്ച് നോക്കിക്കമ്മേ, ഒന്നാം സമ്മാനം ഒരു 10 പവനായിരുന്നെങ്കിൽ. അതിമോഹം പാടില്ല. ഈ 1.5 പവൻ ഈ ഓണത്തിന് കിട്ടി തന്നെ വലിയ കാര്യമാണ് അല്ലേ? അത് ശരിയാണ്. അമ്മ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു സന്തോഷം ഇത് ആദ്യമായിട്ടല്ലേ? നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്താടാ സന്തോഷത്തിന് കുറവ്? അതെ, വഴക്കും വെക്കണമൊക്കെ അത് അതിന്റെ വഴിക്ക് വെക്കോളും, പക്ഷെ സന്തോഷത്തിന് മാത്രം ഒരു കുറവുമില്ല. നേരത്തെ അച്ഛൻ എന്തിനു വിളിച്ചത്? അച്ഛനാ? അച്ഛൻ സംഭവം കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ പാവം കേട്ടാ. എന്ത് പാവം? ഇവനിപ്പോഴും പഠിച്ചിട്ടില്ല കേട്ടാ. എടി ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ ഇതെടുത്ത് പണയം വെച്ച് വേറെ ബിസിനസ് തൊലച്ചു തരും. അല്ല, പക്ഷെ അച്ഛൻ്റെ എന്തൊക്കെ കാശ് കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും നമുക്ക് വേണ്ടി തന്നെയല്ലേ അച്ഛൻ ഉപയോഗിക്കുന്നത്. ഒരു വള്ളത്തിൽ ചവിട്ട് കേക്കടാ, സെന്റിമെന്റ്സ് കൊണ്ട് പോയാലേ ഉള്ളതും കൂടെ പോവും. പാവ സുഷ്മ, ശരിക്കും അവള് കാരണം എനിക്കിത് കിട്ടിയത്. ഇത് മാത്രമല്ല, എന്തെല്ലാം ഉപകാരങ്ങൾ എനിക്ക് ചെയ്തേക്കണേ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. പിന്നില്ലേ മേടിച്ചു കൊടുക്കണ്ടേ? ഈ അവളുടെ TV കംപ്ലൈന്റ് ആണെന്ന് പറയണ്ടായിരുന്നു. എന്തായാലും ഓണമല്ലേ, ഒരു TV തന്നെ അങ്ങ് മേടിച്ചു കൊടുത്തായിരുന്നു. നല്ലായിരിക്കും. ഒരു കട്ടൻ ചായ കൊള്ളായിരുന്നു. അച്ഛാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? അമ്മ സുഷമാൻറ്റിക്ക് TV മേടിച്ചു കൊടുക്കാൻ പോവാന്ന്. ഇൻസ്റ്റാൾമെന്റിനാണോ അമ്മ? നോക്കണം. അടുത്ത ബാധ്യത വരുത്തേക്കാൻ ശ്രമമാണല്ലേ? ഇതാണ് എത്ര വലിയ സന്തോഷ വാർത്ത? സന്തോഷ വാർത്ത വേറെ ഉണ്ട്, അതൊക്കെ വഴിയെ ഇങ്ങനെ അറിഞ്ഞോണ്ടിരിക്കും. എടി, വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ. എൻ്റെ കുടുംബത്തിലെ എൻ്റെ കുട്ടിക്കാലം പോലെ സന്തോഷ വർത്തമാനങ്ങളും സന്തോഷമായ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. അത് തന്നെ ഒരു സന്തോഷ വാർത്തയല്ലേ എടി? എടി, എത്ര മഹാരാജന്മാർ എൻ്റെ തറവാട്ടി വന്നിട്ടുണ്ട്, എത്ര നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര ഭാഗ്യങ്ങൾ എത്തി നോക്കിയിട്ടുണ്ട്. ഭാഗ്യം എത്തി നോക്കിന്നാ ലച്ചു, ഇത് സംസ്കാര സമ്പന്നമായ വാക്കുകളാണ്, നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി എനിക്ക് എത്ര വലിയ സന്തോഷ വാർത്ത കേട്ടാലും ഒരു കുലുക്കമില്ല. കുലുക്കമല്ല, അനങ്ങൂല. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇവിടെ കിടന്ന് വെറുതെ ചുറ്റിത്തിരിയാതെ അങ്ങോട്ട് പോ, ചായ കൊണ്ടുതരാം. ചെല്ലേ. ഒഴിവാക്കണല്ലേടി, കാലങ്ങൾ പോകും തോറും നമ്മളങ്ങ് ഒഴിവാക്കുകയാണ്. ഇതുപോലെയാണ് രാഘവമാമൻ. തറവാട്ടി കിടക്കൂല, തെക്കേ പറമ്പിൽ ചായപ്പുണ്ട്, ചെറിയൊരു കൂടുതലുണ്ട്, അത് വെച്ചിട്ട് അവിടെ കിടക്കും. എന്നെ കാണണമെന്ന് തോന്നുമ്പം മാമൻ വരും. വന്നിട്ട് വീടിനെ വിട്ടൊരു മാവുണ്ട്, അതിൻ്റെ മൂട്ടി കയറിയിരിക്കും. അച്ഛനെ മുഖത്ത് നോക്കൂല മാമൻ. എന്നിട്ട് ബാലുവേന്നൊരു നീട്ടിയൊരു വിളിയാണ്. ഞാൻ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഒറ്റ ഉമ്മയാണ്. കുട്ടിക്കാലത്തും അങ്ങനെ തന്നെ, വളർന്നപ്പോഴും അങ്ങനെ തന്നെ. മാമന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മാമ മരിക്കാറായപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മക്കളെ, ആശ്രിതരും സ്നേഹിതരും കൂടെ ഉള്ളവരും നന്നാവുമ്പോൾ നമ്മൾ അവർക്കൊപ്പം എത്തിയില്ലെങ്കിൽ നമ്മളൊന്ന് ചവിട്ടി താഴ്ത്തും, കളിയാക്കും. അതൊന്നും കണ്ട് മക്കളെ കണ്ണ് നിറയരുത്. അപ്പോഴേ താണ്ടെ ഇങ്ങനെ ചിരിക്കണം കേട്ടാ. നടക്കട്ടെ കാര്യങ്ങളൊക്കെ, നടക്കട്ടെ. പാവം. ആ പോയതേ സൂചി കൊണ്ട് വൻ മല വരെ പൊക്കിയെടുക്കുന്ന ആളാ. കൊളത്തറ ബാലൻ എന്ന് പറഞ്ഞ ആരാ? വേറെ ലെവലാണ്.